ദൈവത്തെ ദർശിച്ചവരാണ് വിശുദ്ധർ. ആ വിശുദ്ധരോടൊപ്പം മാലാഖമാരുമായി സ്വർഗീയ ആനന്ദത്തിൽ ആയിരിക്കുന്ന ഞങ്ങളുടെ വാത്സല്യനിധിയായ അമ്മ ത്രേസ്യാളിൻ്റെയും പ്രിയ സഹോദരങ്ങളായ മണിദാസിൻ്റെയും ബ്രൈറ്റിൻ്റെയും പാവന സ്മരണയ്ക്ക് മുൻപിൽ ബ്രൈറ്റ് ഗ്രൂപ്പ് ഓഫ് അക്കാഡമീസ് പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുന്നു ഇന്നത്തെ വിശുദ്ധർ. അവതരണം അനിൽ കുഴിഞ്ഞകാല. ആശയം മുത്തയ്യൻ ആൻഡ് സെലിൻ പ്രിയ. സംവിധാനം സ്റ്റെനി ആൻഡ് സ്റ്റെനിച്ച്. ഇന്നേ ദിവസം തിരുസഭ മാതൃകയായി നൽകിയ വിശുദ്ധരെ അനുകരിച്ച് പ്രാർത്ഥനയോടെ ആ പാത പിന്തുടരുന്ന നിങ്ങൾക്കേവർക്കും കർത്താവിൻ്റെ തിരുമുഖം ദർശിക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുടെ സ്വന്തം ജസ്റ്റിൻ. ഇന്ന് മാർച്ച് 22, വിശുദ്ധ സഖറിയാസ് മാർപ്പാപ്പയുടെ തിരുനാൾ. ഇറ്റലിയിൽ കലാബ്രിയ എന്ന പ്രദേശത്ത് ഗ്രീക്ക് മാതാപിതാക്കന്മാരിൽ നിന്നും ജനിച്ച സഖറിയാസ് മാർപ്പാപ്പ 11 കൊല്ലത്തെ തീക്ഷ്ണവും അധ്വാനശീലവും കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ സ്തുത്യർഹമാണ്. വ്യക്തിപരമായ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഗ്രീക്ക് സാമ്രാജ്യവും ലംബോർഡിയും തമ്മിലുള്ള തർക്കം അവസാനിപ്പിച്ചു. അങ്ങനെ സഖറിയാസ് ഒരു യുദ്ധം ഒഴിവാക്കി. സഭാ നിയമങ്ങൾ ചർച്ച ചെയ്യാൻ പാപ്പ 743 റോമിൽ ഒരു സൂനകദോസ് വിളിച്ചുകൂട്ടി. അന്നുവരെ ഉണ്ടായിട്ടുള്ള പ്രധാന നിയമങ്ങൾ മെത്രാന്മാരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ അതു സാധിച്ചു. ജർമ്മനിയിൽ വിശുദ്ധ ബോനിഫസിന്റെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് മാർപ്പാപ്പ നൽകിയ പ്രോത്സാഹനം ജർമ്മനിയുടെ മാനസാന്തരം പൂർത്തിയാക്കാൻ വഴിതെളിച്ചു. തുടർന്ന് ഫ്രാങ്കുകാരുടെ രാജാവായി പോപ്പിനെ തിരഞ്ഞെടുത്ത് മാർപ്പാപ്പ അത് അംഗീകരിക്കുകയും ചെയ്തു. 510 ലൊംബാർഡുകൾ തകർത്ത മോന്തെ കസീനോ പുനരുദ്ധരിക്കുന്നതിനുള്ള പ്ലാൻ ഉണ്ടാക്കുകയും ആശ്രമ ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നിർവഹിക്കുകയും ചെയ്തു. മാർപ്പാപ്പയുടെ സഹകരണത്തോടെ മോന്തെ കസീനോ വീണ്ടും ഉയർന്നു. റോമായുടെ തീരത്ത് മാർപ്പാപ്പ കർഷക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ദരിദ്രർക്ക് ഭവനങ്ങൾ നിർമ്മിച്ച് കൊടുക്കുകയും ചെയ്തു. ഈ ദൃശ്യ അധ്വാനങ്ങൾക്കിടയ്ക്ക് മഹാനായ വിശുദ്ധ ഗ്രിഗറിയുടെ സംഭാഷണങ്ങൾ എന്ന ഗ്രന്ഥം ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്തു. സംഭവബഹുലമായ ഈ ജീവിതം സഭാതലവനെ വിശുദ്ധ പദപ്രാപ്തിക്ക് വഴിതെളിച്ചു. വിശുദ്ധ സഖറിയാസെ, ഞങ്ങളും കടമകളും കർത്തവ്യങ്ങളും നിറവേറ്റാൻ വേണ്ടി ഞങ്ങൾക്കു വേണ്ടി ഇന്നേ ദിവസം പ്രാർത്ഥിക്കണമേ. ബ്രൈറ്റ് കുടുംബത്തിൽ നിന്നും കർത്താവ് തൻ്റെ മുന്തിരിത്തോപ്പിലേക്ക് വിളിച്ച് പൗരോഹിത്യം നൽകി അനുഗ്രഹിച്ച റവറൻ ഫാദർ ബിൽ ബ്രൈറ്റും സന്യാസത്തിലേക്ക് വിളിച്ച് അനുഗ്രഹിച്ച് മണവാട്ടിയാക്കിയ സിസ്റ്റർ മരിയ ജോസും വിശുദ്ധരെ അനുകരിച്ച് ഇവിടെ ഈ ഭൂമിയിൽ ആത്മാക്കളെ നേടാനായി ഇരുൾ വീണ താഴ്വരയിലൂടെ നടക്കുമ്പോഴും പൈശാചിക ശക്തികൾ വിടാതെ പിന്തുടർന്ന് പീഡിപ്പിക്കുമ്പോഴും മരണം നിഴലായി കൂടെ നടക്കുമ്പോഴും ദിവ്യകാരുണ്യം എപ്പോഴും ആത്മാവിന് കരുത്തേകും പോലെ തിരുവചനമെന്നും പാതയിൽ വിളക്കായി ജ്വലിച്ച് ആ ജ്വാലയിൽ അനേകായിരം ആത്മാക്കളെ നേടിയെടുക്കാൻ സകല വിശുദ്ധരെ, മാലാഖമാരെ, ഇവർക്കു വേണ്ടി എപ്പോഴും കർത്താവിനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. അനുദിന വിശുദ്ധർ നടന്ന വഴിയെ നടക്കുന്ന ഇവർക്ക് പിന്നാലെ കൽപ്പനകൾ പാലിച്ച് കരുത്തോടെ നടക്കുന്ന ഞങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് അരികിലെത്തി നിത്യസൗഭാഗ്യം പങ്കിടാൻ അനുഗ്രഹമരുളണമെന്ന് കർത്താവേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.